അപ്പോൾ വേസ്റ്റിൻ്റെ കാര്യം പറയാനുണ്ട്. പിന്നെ മയക്കുമരുന്ന്, ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇടവയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീമതി സാറയ്ക്കൊപ്പമാണ് വിസ്മയ ന്യൂസ് സംഘം ഇപ്പോഴുള്ളത്. സാറ വീടുകൾ കയറി പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. UDFിൻ്റെ പ്രകടന പത്രികയുടെ ഒരു ഔട്ട്ലെറ്റും കൊണ്ടാണ് സാറ പോകുന്നത്. സാറയോട് തന്നെ ചോദിക്കാം, എത്രമാത്രം വിജയപ്രതീക്ഷയുണ്ട്? 90% വിജയപ്രതീക്ഷയുണ്ട്. എല്ലാ വീടുകളിലും കയറിയപ്പോൾ നല്ല സപ്പോർട്ടൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ കോഴിക്കോടുകാരി ആയതുകൊണ്ടുള്ളൊരു ഇതുള്ളൂ. എങ്കിലും ജനങ്ങളുടെ അഭിപ്രായം ഇപ്പോഴത്തെ സർക്കാരിനെ കുറിച്ചും അതുപോലെ പല വിഷയങ്ങളുണ്ട്, അതൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഉള്ള സർക്കാരിൻ്റെ പ്രശ്നം കൊണ്ട് എല്ലാവരും വോട്ട് ചെയ്യുമെന്നാണ് പറയണത്. ഒരു മാറ്റം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാറ്റത്തിന് വേണ്ടി ഒരു വോട്ട്, അതാണ് ചോദിക്കുന്നത്. UDFിൻ്റെ ഈ വാഗ്ദാനങ്ങളൊക്കെ നിറവേറ്റാൻ പറ്റുമോ? ഞങ്ങൾ ജയിച്ചു വന്നാൽ നിറവേറ്റാൻ പറ്റും. ഞങ്ങൾ കോൺഗ്രസ്സുകാർ ജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിറവേറ്റാൻ പറ്റും. നല്ല പ്രതീക്ഷയുണ്ട്. വേറെ എന്തൊക്കെയാണ് നാട്ടുകാരോട് പറയാനുള്ളത്? നമ്മുടെ ഇവിടെ തെരുവുനായ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ വേസ്റ്റ്, നമ്മുടെ ഇവിടെ എല്ലാ കടലോരം മൊത്തം വേസ്റ്റാണ്. അപ്പോൾ വേസ്റ്റിൻ്റെ കാര്യം പറയാനുണ്ട്. പിന്നെ മയക്കുമരുന്ന്, അതാണ് ഏറ്റവും കൂടുതലുള്ളത്. നമുക്ക് പിള്ളേരെ വെളിയിൽ ഇറക്കി വിടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. നടക്കും. ഞങ്ങളുടെ വാർഡിൽ നടക്കും. എല്ലാവരും ഉണ്ട്. നമ്മൾ ഒറ്റ കൂട്ടമായിട്ട് പിന്നെ ബ്ലോക്കും ജില്ലയും പഞ്ചായത്തും കൂടെ ഞങ്ങൾ എടുക്കും. ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, സാറയും കുറച്ചധികം കോൺഗ്രസ് പ്രവർത്തകരുണ്ട്, ഒപ്പം സാറയുടെ ഭർത്താവും ഞങ്ങൾക്കൊപ്പമുണ്ട്. അദ്ദേഹം ഒരു ഭിന്നശേഷിക്കാരൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കൂടി നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. ചേട്ടാ, ഇപ്പോൾ വൈഫ് മത്സരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഭിന്നശേഷി കുടുംബത്തിൽ നിന്ന് കൂടിയാണ് സ്ഥാനാർത്ഥി വരുന്നത്. ചേട്ടൻ എന്ത് തോന്നുന്നു? എൻ്റെ നാടാണ്, എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, ഞങ്ങൾ ജനിച്ചുള്ള സ്ഥലമാണ്. അവർ പറയുന്ന കണക്ക് കോഴിക്കോട് അറിയില്ല. എന്നെ നോക്കാനായിട്ട് വന്നതാണ്. 18-20 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അവർക്ക് വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതിന് എന്നെ സംരക്ഷിക്കുന്ന കണക്ക് തന്നെ ഈ വാർഡും അവർ സംരക്ഷിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അദ്ദേഹത്തെ 2 പതിറ്റാണ്ടായി ശുശ്രൂഷിക്കുന്ന വ്യക്തിത്വത്തിന് ഉടമയാണ് ഈ വാർഡിലെ UDF സ്ഥാനാർത്ഥി സാറ. അദ്ദേഹത്തെ പരിരക്ഷിക്കുന്നത് പോലെ തന്നെ ഈ നാട് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് നാടിനെ പരിരക്ഷിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകുന്നു. സാറ കോഴിക്കോട് സ്വദേശിയാണ്. പക്ഷേ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ഇടവയിൽ വന്ന് ഇടവയുടെ നാട്ടുകാരനായ ഈ മനുഷ്യനെ സംരക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അതുപോലെ ഈ നാട് നേരിടുന്ന മയക്കുമരുന്ന് പ്രശ്നം, അതുപോലെ തെരുവുനായ പ്രശ്നം, മാലിന്യ പ്രശ്നം, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണാൻ സാറയ്ക്ക് കഴിയുമെന്ന ഉത്തമ വിശ്വാസം UDFിനുണ്ട്. അതുതന്നെയാണ് സാറയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നതും. എന്തൊക്കെയാണ് വോട്ടർമാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്? UDFിന് ഒരു വോട്ട്, ഈ പ്രാവശ്യത്തെ വോട്ട് 10 വർഷങ്ങൾക്ക് ശേഷം ഉള്ള വോട്ടിൽ കോൺഗ്രസ്സുകാർ ജയിച്ചു വരണം. തീർച്ചയായും സാറ ഏറെ വിജയപ്രതീക്ഷയിലാണ്. UDFിന് ഒരു വോട്ട്, അതാണ് സാറ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി അഭ്യർത്ഥിക്കുന്നത്. ഒരു മാറ്റം വേണം, മാറ്റം വന്നാൽ ഇടവ ആകെ മാറുമെന്ന് സാറ പ്രതീക്ഷിക്കുന്നു. ക്യാമറാമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം BS ജോയി, വിസ്മയ ന്യൂസ്, വർക്കല.